ഹായ് ഫ്രണ്ട്സ്, ഈ മഴക്കാലത്ത് 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു മിക്സർ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ അവലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതുപോലെ നല്ല കനം കുറഞ്ഞ അവലാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. വെളുത്ത അവിലോ മട്ട അവിലോ ഏത് വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അവൽ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. അവൽ നമുക്ക് എണ്ണയിലിട്ടും വറുത്തെടുക്കാവുന്നതാണ്. എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വറുത്ത് കോരിയെടുക്കണം. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അതാവുമ്പോൾ ഒത്തിരി ഓയിലൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ മിക്സറിൽ ഒരുപാട് ഓയിലുണ്ടാവും. അവലൊരല്പം കയ്യിലെടുത്തൊന്ന് പൊടിച്ച് നോക്കുക. നന്നായി പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അവൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതിങ്ങനെ വറുത്തെടുക്കാൻ പറ്റും. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ച കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം ഒന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റോളം നമുക്കിതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. വറുത്ത കപ്പലണ്ടിയൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1/2 മിനിറ്റൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും തന്നെ നല്ല ക്രിസ്പിയായി കിട്ടും. ഇനി ഇതിലേക്ക് തൊലിയോട് കൂടി ചതച്ച വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. 8 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 വറ്റൽമുളകും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. പൊട്ടുകടല 1/4 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടുകടല ചേർത്ത് കൊടുത്തും ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. നല്ല രുചിയുള്ളൊരു മിക്സർ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. 10 മിനിറ്റ് പോലും വേണ്ട, അതിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് എരിവൊന്നും ഇടാതെ തയ്യാറാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഇനി നമുക്കിതിലേക്ക് 5 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇതുപോലെ അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവും ഉപ്പുമൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് എരിവും ഉപ്പുമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നല്ല രുചിയുള്ള അവൽ മിക്സർ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ചൂടൊക്കെ ആറിയതിന് ശേഷം എയർ ടൈറ്റ് ആയ ഒരു ബോട്ടിലിൽ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.